നമസ്കാരം. പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. ഭക്തിസാന്ദ്രമായ ശബരിമല വിശേഷങ്ങളും മണിപ്പൂരിലെ സ്ഫോടന വാർത്തയും ഉൾപ്പെടെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്താ തലക്കെട്ടുകൾ ആദ്യം നോക്കാം. പുണ്യ തീർത്ഥാടനത്തിന്റെ ആരവം. എരുമേലി പേട്ടതുള്ളലിനായി അമ്പലപ്പുഴ സംഘം യാത്ര തിരിച്ചു. മകരവിളക്കിന് 10 നാൾ മാത്രം ശേഷിക്കെ ശബരിമലയിൽ ഭക്തജനത്തിരക്ക് വർദ്ധിക്കുന്നു. യാത്രാക്ലേശം. കരിപ്പൂരിൽ സ്പൈസ് ജെറ്റ് വിമാനം വൈകുന്നു. വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ വൻ പ്രതിഷേധം. മണിപ്പൂരിൽ വീണ്ടും സ്ഫോടനം. ബിഷ്ണുപൂർ ജില്ലയിൽ ഇരട്ട സ്ഫോടനം. അന്വേഷണം NIAക്ക് വിട്ടു. മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ സുരേഷ് കൽമാടി അന്തരിച്ചു. 81 വയസ്സായിരുന്നു പ്രായം. വാർത്തകൾ വിശദമായി. എരുമേലിയിൽ പേട്ടതുള്ളലിന് ഒരുക്കം. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി ചരിത്ര പ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ചടങ്ങുകൾക്കായി അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നുമുള്ള തിരുവാഭരണ പേടകവും വഹിച്ചുകൊണ്ടുള്ള സംഘം ഇന്ന് യാത്ര തിരിച്ചു. ഭക്തലക്ഷങ്ങളുടെ സാന്നിധ്യത്തിൽ വൈകാരികമായ യാത്രയയപ്പാണ് ക്ഷേത്രമുറ്റത്ത് നടന്നത്. നൂറ്റാണ്ടുകളായുള്ള ആചാരപ്പെരുമയും മതസൗഹാർദ്ദത്തിന്റെ സന്ദേശവും വിളിച്ചോതിക്കൊണ്ടാണ് അമ്പലപ്പുഴ സംഘം എരുമേലി ലക്ഷ്യമാക്കി നീങ്ങുന്നത്. ഇന്ന് പുലർച്ചെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടന്ന വിശേഷാൽ പൂജകൾക്കും ദീപാരാധനയ്ക്കും ശേഷമാണ് സംഘത്തിന്റെ യാത്ര ആരംഭിച്ചത്. ആകാശത്തെ കൃഷ്ണപ്പരുന്ത് വട്ടമിട്ടു പറന്നതോടെ ഭക്തരുടെ ശരണം വിളികൾ ക്ഷേത്രമുറ്റത്ത് അലയടിച്ചു. ഇത് ശുഭലക്ഷണമായാണ് ഭക്തർ കാണുന്നത്. അമ്പലപ്പുഴ പേട്ടസംഘം നേതാവ് കളത്തിൽ ചന്ദ്രശേഖരൻ നായരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്ന് പുറപ്പെട്ടത്. പാരമ്പര്യമായി കിട്ടിയ അവകാശങ്ങളും ആചാരങ്ങളും തെറ്റിക്കാതെ പഴയകാല പ്രതാപത്തോടെ തന്നെ ഇത്തവണയും പേട്ടതുള്ളൽ ഭംഗിയായി നടക്കുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. യാത്ര പുറപ്പെടുകയാണ്. ജലഘോഷയാത്രയായിട്ട് പതിപോലെ തന്നെ ജലഘോഷയാത്രയായിട്ടാണ് നമ്മൾ ഈ വർഷവും ഇവിടുന്ന് യാത്ര തിരിക്കുന്നത്. 13-ാം തീയതി വൈകുന്നേരത്തോടുകൂടി മരക്കൂട്ടത്തിൽ ചേരുന്ന സംഘത്തെ പോലീസിൻ്റെ അകമ്പടിയോടുകൂടി 18-ാം പടിയിൽ ആനയിച്ച് പ്രത്യേക ഇതുവഴി ഞങ്ങളെ പടികയറ്റുന്നതിനും ദർശനം നടത്തുന്നതിനും എല്ലാ സൗകര്യങ്ങളും ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡും ഗവൺമെൻറ്റും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം ചെയ്തു തരുന്നുണ്ട്. അത് ഈ വർഷവും പതിവ് പോലെ പൂർവാധികം ഭംഗിയായി നടക്കും. അതിനുള്ള ഓർഡറുകളെല്ലാം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ക്ഷേത്രമുറ്റത്ത് നിന്നും പുറപ്പെട്ട സംഘത്തിന് വഴിനീളെ ഊഷ്മളമായ സ്വീകരണമാണ് ലഭിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി സംഘം എരുമേലിയിലെത്തും. കന്നി അയ്യപ്പന്മാരും മുതിർന്ന ഗുരുസ്വാമിമാരും ഉൾപ്പെടെ വലിയൊരു നിര തന്നെ അമ്പലപ്പുഴ സംഘത്തിനൊപ്പമുണ്ട്. എരുമേലിയിലെത്തുന്ന സംഘം വാവർപ്പള്ളിയെ ബലം വെച്ച് വലിയ അമ്പലത്തിൽ എത്തുന്നതോടെയാണ് പ്രസിദ്ധമായ പേട്ടതുള്ളൽ ചടങ്ങുകൾക്ക് തുടക്കമാവുക. പൂർത്തിയാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ദേവസ്വം അധികൃതരും ഭക്തജനങ്ങളും. ന്യൂസ് ഡെസ്ക് ഗ്ലോബൽ. സന്നിധാനത്ത് ഭക്തജനത്തിരക്ക്. മകരവിളക്ക് ദർശനത്തിനായി ശബരിമല സന്നിധാനത്ത് തീർത്ഥാടകരുടെ വൻ പ്രവാഹമാണ് അനുഭവപ്പെടുന്നത്. മകരവിളക്ക് ഉത്സവത്തിനായി നട തുറന്ന ശേഷം ഇതിനോടകം 4 ലക്ഷത്തിലധികം ഭക്തർ ദർശനം നടത്തി കഴിഞ്ഞു. തിരക്ക് നിയന്ത്രിക്കുന്നതിനായി പോലീസ് കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സന്നിധാനത്ത് ഇപ്പോൾ ഭക്തി നിർഭരമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ജനുവരി 14 നടക്കുന്ന മകരവിളക്കിന് മുന്നോടിയായി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ള അയ്യപ്പ ഭക്തരുടെ ഒഴുക്ക് വർദ്ധിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 3-4 ദിവസങ്ങളായി ശരാശരി 90,000-ന് മുകളിൽ തീർത്ഥാടകരാണ് ദർശനത്തിനെത്തുന്നത്. തിരക്ക് നിയന്ത്രിക്കുന്നതിനായി പമ്പയിൽ നിന്നും മരക്കൂട്ടം വഴിയുള്ള യാത്രയ്ക്ക് പോലീസ് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മരക്കൂട്ടത്തെ ക്യൂ കോംപ്ലക്സുകൾ ഭക്തരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞ നിലയിലാണ്. 18-ാം പടി കയറുന്നതിനായി ഏകദേശം 10 മുതൽ 12 മണിക്കൂർ വരെ ഭക്തർക്ക് വരി നിൽക്കേണ്ടി വരുന്നുണ്ട്. തീർത്ഥാടകർക്ക് ആവശ്യമായ ലഘുഭക്ഷണവും കുടിവെള്ളവും സന്നദ്ധ പ്രവർത്തകരും ദേവസ്വം ബോർഡും ചേർന്ന് വിതരണം ചെയ്യുന്നുണ്ടെങ്കിലും വൻ തിരക്ക് പലപ്പോഴും നിയന്ത്രണങ്ങൾക്കും വെല്ലുവിളിയാകുന്നു. മകരവിളക്ക് ദിനത്തിൽ മകരജ്യോതി കാണാൻ കഴിയുന്ന പോയിന്റുകളിൽ ഭക്തർ മുൻകൂട്ടി തമ്പടിക്കുന്നത് ഒഴിവാക്കാൻ ഇത്തവണയും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുരക്ഷയ്ക്കായി കൂടുതൽ സേനാംഗങ്ങളെ സന്നിധാനത്തും പമ്പയിലും വിന്യസിച്ചിരിക്കുകയാണ്. മകരവിളക്കിനോടനുബന്ധിച്ചുള്ള തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്നും വരും ദിവസങ്ങളിൽ പുറപ്പെടും. മകരസംക്രാന്തി ദിവസം വൈകുന്നേരം അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയോടെയാണ് ഈ തീർത്ഥാടന കാലത്തിന് സമാപ്തിയാകുക. ന്യൂസ് ഡെസ്ക് ഗ്ലോബൽ.
കരിപ്പൂരിൽ പ്രതിഷേധം. കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ യാത്രക്കാർ പ്രതിഷേധത്തിൽ. ദുബായിലേക്ക് പോകേണ്ട സ്പൈസ് ജെറ്റ് വിമാനം മണിക്കൂറുകളോളം വൈകിയതാണ് പ്രതിഷേധത്തിന് കാരണം. കൃത്യമായ വിവരം നൽകാത്തതിൽ പ്രതിഷേധിച്ച സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള യാത്രക്കാർ വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്പൈസ് ജെറ്റ് അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്നലെ രാത്രി 11:50 കരിപ്പൂരിൽ നിന്ന് ദുബായിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന SG-17 വിമാനമാണ് അനിശ്ചിതമായി വൈകുന്നത്. വിമാനം എപ്പോൾ പുറപ്പെടുമെന്ന കാര്യത്തിൽ കൃത്യമായ മറുപടി നൽകാൻ എയർലൈൻ അധികൃതർ തയ്യാറായിട്ടില്ല. സാങ്കേതിക തകരാറാണ് വൈകാൻ കാരണമെന്ന് ആദ്യം അറിയിച്ചെങ്കിലും മണിക്കൂറുകൾ പിന്നിട്ടും യാത്രക്കാർക്ക് ഭക്ഷണവും വെള്ളവും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നൽകിയില്ലെന്നാണ് പരാതി. ബോർഡിംഗ് പാസ് എടുത്ത ശേഷം മണിക്കൂറോളം കാത്തിരുന്ന യാത്രക്കാരോട് വിമാനം റദ്ദാക്കിയതായും പിന്നീട് പുലർച്ചെ 4 മണിക്ക് പോകുമെന്ന് മാറ്റിപ്പറയുകയുമായിരുന്നു. എന്നാൽ സമയം കഴിഞ്ഞിട്ടും വിമാനം പുറപ്പെടാതായതോടെ യാത്രക്കാർ വിമാനത്താവളത്തിനുള്ളിൽ മുദ്രാവാക്യ വിളികളുമായി പ്രതിഷേധിച്ചു. ജോലിക്ക് കയറേണ്ടവരും വിസ കാലാവധി അവസാനിക്കാറായവരും ഇക്കൂട്ടത്തിലുണ്ട്. വിമാന കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ ആരും തന്നെ നേരിട്ട് കാര്യങ്ങൾ വിശദീകരിക്കാത്തതാണ് യാത്രക്കാരെ കൂടുതൽ പ്രകോപിപ്പിച്ചത്. നിലവിൽ എയർപോർട്ട് സെക്യൂരിറ്റിയും എയർലൈൻ പ്രതിനിധികളും യാത്രക്കാരുമായി ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിലും പ്രശ്നത്തിന് ഇതുവരെ പരിഹാരമായിട്ടില്ല. ന്യൂസ് ഡെസ്ക് ഗ്ലോബോൺ. മണിപ്പൂരിൽ സ്ഫോടനം. സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന മണിപ്പൂരിലെ ബിഷ്ണുപൂർ ജില്ലയിൽ തിങ്കളാഴ്ച പുലർച്ചെയുണ്ടായ ഇരട്ട സ്ഫോടനത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. സംഭവത്തിന്റെ ഗൗരവം പരിഗണിച്ച് അന്വേഷണം NIAക്ക് കൈമാറുവാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. മേഖലയിൽ സുരക്ഷാ സേന ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട്. മണിപ്പൂരിൽ വീണ്ടും ഭീതിയുടെ മുൾമുനയിൽ നിർത്തുന്ന സംഭവങ്ങളാണ് അരങ്ങേറുന്നത്. തിങ്കളാഴ്ച പുലർച്ചെ 5:45 ആദ്യ സ്ഫോടനം നടന്നത്. വംശീയ കലാപത്തെ തുടർന്ന് ഉടമസ്ഥർ ഉപേക്ഷിച്ചു പോയ ഒരു വിജനമായ വീടിനുള്ളിലാണ് IED ഉപയോഗിച്ചുള്ള ആദ്യ സ്ഫോടനം ഉണ്ടായത്. സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ട് പ്രദേശവാസികൾ സംഭവ സ്ഥലത്തേക്ക് ഓടിക്കൂടുന്നതിനിടെ ഏകദേശം 200 മീറ്റർ അകലെ രണ്ടാമത്തെ സ്ഫോടനവും നടന്നു. രാവിലെ 8:45 ഇത്. രണ്ടാമത്തെ സ്ഫോടനത്തിലാണ് 2 ഗ്രാമവാസികൾക്ക് പരിക്കേറ്റത്. ഇവരെ ഉടൻ തന്നെ ബിഷ്ണുപൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിന് പിന്നാലെ ബിഷ്ണുപൂർ ജില്ലയിൽ സുരക്ഷാ സജ്ജീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. IG റാങ്കിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. മേഖലയിൽ അർദ്ധസൈനിക വിഭാഗവും പോലീസും സംയുക്തമായി തിരച്ചിൽ നടത്തുകയാണ്. സ്ഫോടനത്തിൽ പ്രതിഷേധിച്ച് വിവിധ വിദ്യാർത്ഥി സംഘടനകളും പൗരസമൂഹ സംഘടനകളും ബുധനാഴ്ച സംസ്ഥാന വ്യാപകമായി 24 മണിക്കൂർ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നിലവിൽ മേഖലയിൽ കനത്ത സുരക്ഷാ കാവൽ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് ഗ്ലോബോൺ. സുരേഷ് കൽമാടി അന്തരിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ സുരേഷ് കൽമാടി പൂനെയിൽ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് എന്ന നിലയിൽ കായിക രംഗത്ത് അദ്ദേഹം നൽകിയ സംഭാവനകൾ ശ്രദ്ധേയമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കായിക ഭരണ രംഗത്തും വലിയ സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിത്വത്തിന്റെ വിയോഗമാണ് ഇന്ന് പുലർച്ചെയുണ്ടായിരിക്കുന്നത്. ഒരു പൈലറ്റായി കരിയർ ആരംഭിച്ച് പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് എത്തിയ സുരേഷ് കൽമാടി പൂനെയുടെ വികസനത്തിൽ വലിയ പങ്കുവഹിച്ച നേതാവായിരുന്നു. വ്യോമസേനയിൽ നിന്നും വിരമിച്ച ശേഷം യൂത്ത് കോൺഗ്രസിലൂടെയാണ് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലെത്തിയത്. 3 തവണ രാജ്യസഭാംഗമായും 3 തവണ ലോകസഭാംഗമായും അദ്ദേഹം പാർലമെന്റിലെത്തി. 2010 ഡൽഹി കോമൺവെൽത്ത് ഗെയിംസിന്റെ മുഖ്യ സംഘാടകനായിരുന്നു അദ്ദേഹം. എന്നാൽ ഗെയിംസുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളും തുടർന്നുണ്ടായ നിയമ നടപടികളും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ തിരിച്ചടിയായി. 10 മാസത്തോളം അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചിരുന്നു. എങ്കിലും ഈയിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ രാഷ്ട്രീയ കായിക മേഖലയിലെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. മൃതദേഹം ഉച്ചയ്ക്ക് 2 മണി വരെ പൊതുദർശനത്തിന് വെച്ച ശേഷം വൈകുന്നേരത്തോടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കും. ന്യൂസ് ഡെസ്ക് ഗ്ലോബോൺ. ശബരിമലയിലെ പുണ്യദർശന വിശേഷങ്ങളും രാജ്യത്തെ പ്രധാന സംഭവ വികാസങ്ങളും ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ്. കരിപ്പൂരിലെ യാത്രാ ദുരന്തത്തിന് ഉടൻ പരിഹാരം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വാർത്താലോകത്തെ പുതിയ വിശേഷങ്ങളുമായി പ്രൈം ടൈം അപ്ഡേറ്റ്സിൽ കാണാം.